ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മൗണ്ട് ഒലിവ് ഗോസ്പൽ വോയിസിലേക്ക് ഏവർക്കും സ്വാഗതം. നാം ശത്രുവിനെതിരെ ഏതെല്ലാം നിലകളിലാണ് യുദ്ധം ചെയ്യേണ്ടത് എന്ന് എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചു. അതിൽ 5 വിധ ആയുധങ്ങളെ കുറിച്ച് ഈ ദിവസങ്ങളിൽ ചിന്തിപ്പാനിടയായിരുന്നു. അവസാനത്തെ ആയുധമാണ് ആത്മാവിന്റെ വാള്. അതിനു മുൻപുള്ളതായ 5 ആയുധങ്ങളും ശത്രുവിനെ പ്രതിരോധിച്ച് അവന്റെ ആക്രമണത്തെ തടയുവാൻ വേണ്ടി ഉള്ളതാണ്. എന്നാൽ ആത്മാവിന്റെ വാള് അവനെ എതിരിട്ട് അവനെ തോൽപ്പിക്കേണ്ടതിനു വേണ്ടിയുള്ളതാണ്. മറ്റായുധങ്ങളെല്ലാം സ്വയ സംരക്ഷണത്തിന് വേണ്ടി മാത്രമായിരിക്കുമ്പോൾ, അഥവാ ശത്രു അവൻ നേർക്കുനേർ നിന്ന് യുദ്ധം ചെയ്യുകയാണ്, അവൻ പിന്മാറുന്നില്ല. എന്നാൽ ഇവിടെ ആത്മാവിന്റെ വാൾ കരങ്ങളിൽ ഏന്തിക്കൊണ്ട് അവനെ വെട്ടി അവനെ മുറിവേൽപ്പിച്ച് തകർക്കുവാൻ വേണ്ടിയുള്ളതാണ് ആത്മാവിന്റെ വാള്. എബ്രായ ലേഖനം 4-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിൽ ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവും ഉള്ളതായി ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിടിപ്പിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതും ആകുന്നു. ഈ വാക്യം നമുക്കിതിനോടുള്ള ബന്ധത്തിൽ ചിന്തിക്കാതിരിക്കുവാനായിട്ട് സാധ്യമല്ലല്ലോ. അതെ, അങ്ങനെ ആ ദൈവവചനമാകുന്ന ഇരുവായ്ത്തലയുള്ള വാള്, സ്വർഗത്തിൽ സ്ഥിരമായിരിക്കുന്ന ദൈവത്തിന്റെ വചനം, ആ വചനം കയ്യിലെടുത്തുകൊണ്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ശത്രുവിനെതിരെ യുദ്ധം ചെയ്യുന്ന ഒരുവനെ അവൻ ഒരിക്കലും പരാജയപ്പെടുത്തുവാനായിട്ട് സാധ്യമല്ല എന്നാണ് തിരുവചനം നമ്മോട് അറിയിക്കുന്ന ദൂത്. അതെ, അഥവാ ആ വചനം എന്ന് പറയുന്നത് അത് പറയപ്പെട്ട വചനം, സ്പോക്കൺ വേർഡ്. ഗ്രീക്കിൽ അതിന് റേമ എന്നാണ് പറയുന്നത്. അഥവാ അത് വെറുതെ പുസ്തകത്തിൽ കിടക്കുന്ന വചനമല്ല, ഷെൽഫിലിരിക്കുന്ന വചനമല്ല. അവന്റെ ഹൃദയത്തിന്റെ ആത്മാവിൽ തന്നെ ആ എഴുതപ്പെട്ടിരിക്കുന്ന ആ വചനം എടുത്തുകൊണ്ടാണ് ശത്രുവിനെതിരെ, അല്ലെങ്കിൽ നമ്മളിൽ തന്നെ ആ വചനം അത് ആയിത്തീരുകയാണ് ചെയ്യേണ്ടത്. അപ്രകാരം ആ വചനത്തിൽ നിന്നുകൊണ്ട് വേണം ശത്രുവിനെതിരെ നാം യുദ്ധം ചെയ്യുവാൻ. യേശുവിന്റെ അടുക്കൽ ആ സാത്താൻ അവൻ വചനവും എടുത്തുകൊണ്ട് ചെന്നവനാണ്. അവന് വചനം അറിയാം. ലോകത്തിലുള്ള ഏത് അല്ലെങ്കിൽ വചനത്തിൽ ഡോക്ടറേറ്റ് എടുത്തവരെക്കാളും എല്ലാം ഉപരിയായിട്ട് സാത്താന് വചനം അറിയാം. അതുകൊണ്ട് അവൻ വചനവുമായിട്ടാണ് യേശുവിന്റെ അടുക്കൽ ചെന്നത്. എന്നാൽ യേശു കർത്താവ് തിരിച്ചവനെ വചനം കൊണ്ട് തന്നെയാണ് പരാജയപ്പെടുത്തിയതായിട്ടും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് നമ്മുടെ ബുദ്ധിയിൽ വന്നതുകൊണ്ട് കാര്യമില്ല വചനം. അത് നമ്മുടെ ഹൃദയത്തിന്റെ അകത്തേക്ക് ഇറങ്ങേണ്ടതുപോലെ ഇറങ്ങി ആ വചനത്തിൽ നിന്നുകൊണ്ട് അവനെ എതിരിടേണ്ടതാണ് ആവശ്യം. അഥവാ ആ വചനം, കർത്താവായ യേശു ക്രിസ്തു ആകുന്ന വചനം നമ്മുടെ ഉള്ളിൽ ആകേണ്ടുന്നത് പോലെ ആകണം എന്നത് തന്നെയാണ് ഇവിടെയും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അതേ പ്രിയമുള്ളവരെ, ആ വചനത്തിൽ യഥാർത്ഥമായി ഉറച്ചു നിന്നുകൊണ്ട് ശത്രുവിനെതിരെ നമുക്ക് യുദ്ധം ചെയ്യാം. അവിടുന്ന് നമ്മെ അതിനായി ബലപ്പെടുത്തുമാറാകട്ടെ. അങ്ങു ദൂരെ കാൽവരിയിൽ കണ്ടു ഞാൻ നാഥനെ, കാരിരുമ്പിൻ ആണിയേറ്റു നൊന്തു പിടയും യേശുവേ. അങ്ങു ദൂരെ കാൽവരിയിൽ കണ്ടു ഞാൻ നാഥനെ, കാരിരുമ്പിൻ ആണിയേറ്റു നൊന്തു പിടയും യേശുവേ. നിന്നോളം കഷ്ടമേറ്റവർ മണ്ണിലാരുള്ളൂ, നിന്നോളം പീഡയേറ്റവർ ഭൂവിലാരുള്ളൂ.
മാത്രം സ്നേഹത്തിൻ ജീവനാളം, നീ മാത്രം മോക്ഷത്തിൻ മാർഗദീപം. അങ്ങു ദൂരെ കാൽവരിയിൽ കണ്ടു ഞാൻ എൻ നാഥനെ, കാരിരുമ്പിൻ ആണിയേറ്റു നൊന്തു പിടയും യേശുവേ. മൂർധാവിൽ ആണിറങ്ങിയ മുള്ളുകൂർത്ത ശിരോരുഹം, ക്രൂശോളം ത്യാഗമാർന്ന നീതിമാന്റെ ഗൽഗതം. മൂർധാവിൽ ആണിറങ്ങിയ